നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യ വിമാനത്തിലെ മൂത്രമൊഴിക്കൽ വിവാദത്തിൽ വീണ്ടും ട്വിസ്റ്റ്. വിമാനയാത്രയ്ക്കിടെ സഹയാത്രികൻ തന്റെ ദേഹത്ത് മൂത്രമൊഴിച്ചതായി ഒരു സ്ത്രീ തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരന് പരാതി നൽകിയ പിന്നാലെ വൻ സംഭവ വികാസങ്ങളാണ് ഉണ്ടായത്. സഹയാത്രികനായ ശങ്കർ മിശ്ര തന്റെ സീറ്റിനടുത്തേക്ക് നടന്നു വരികയും പാന്റ് തുറന്ന ദേഹത്തേക്ക് മൂത്രം ഒഴിക്കുകയും ആയിരുന്നുവെന്നാണ് പരാതി. ഇതിന് പിന്നാലെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വിചിത്രമായ വാദവുമായി എത്തിയിരിക്കുകയാണ് ശങ്കർ മിശ്ര. താൻ ആരുടെ ദേഹത്തും മൂത്രമൊഴിച്ചിട്ടില്ലെന്നും പരാതിക്കാരിയായ സ്ത്രീ തന്നെയാണ് സീറ്റിൽ മൂത്രമൊഴിച്ചതെന്നുമാണ് ശങ്കർ മിശ്ര ഇപ്പോൾ ആരോപിക്കുന്നത്. പട്യാല കോടതിയിലാണ് മിശ്ര ഇത്തരത്തിലൊരു വിചിത്രവാദം ഉന്നയിച്ചിരിക്കുന്നത്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നതിനിടെ പട്യാല കോടതിയിലാണ് ശങ്കർ മിശ്ര വിചിത്രവാദം ഉന്നയിച്ചത്. നർത്തകിയായ സഹയാത്രികയ്ക്ക് മൂത്രാശയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. 80% നർത്തകിമാർക്കും സമാനമായ പ്രശ്നങ്ങളുണ്ടെന്നും ശങ്കർ മിശ്ര ആരോപിച്ചു. മിശ്രയുടെ അഭിഭാഷകനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ ANI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്ത്രീയുടെ പരാതി പുറത്തു വന്നതോടെ ഒളിവിൽ പോയ മിശ്ര പിന്നീട് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയിരുന്നു. മദ്യപിച്ചാണ് വിമാനത്തിൽ യാത്ര ചെയ്തത് എന്നും പരാതിക്കാരിയായ സ്ത്രീയോട് ഇതിൽ ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ നിലപാടിലാണ് മിശ്ര ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. മിശ്ര ഇരുന്ന സീറ്റിൽ നിന്ന് യാത്രക്കാരിയുടെ സമീപത്തേക്ക് ചെല്ലാൻ കഴിയുമായിരുന്നില്ല എന്ന അഭിഭാഷകന്റെ വാദത്തെ രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിച്ചു. വിമാനത്തിലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് വ്യക്തമാക്കുന്ന ചിത്രം ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എയർ ഇന്ത്യ വിമാനത്തിൽ നവംബറിൽ ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത്. എയർ ഇന്ത്യ 102 വിമാനത്തിലായിരുന്നു ഈ സംഭവം. ബിസിനസ് ക്ലാസ് യാത്രക്കാരിയാണ് പരാതിക്കാരി. മദ്യപിച്ച് സഹയാത്രികനായ ശങ്കർ മിശ്ര അതിക്രമം കാട്ടിയെന്നായിരുന്നു പരാതി. എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ നടപടി സ്വീകരിച്ചില്ലെന്നും പരാതിക്കാരി ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഉച്ചഭക്ഷണം വിതരണം ചെയ്തതിന് തൊട്ട് പിന്നാലെയായിരുന്നു ദുരനുഭവം ഉണ്ടായത്. ലൈറ്റുകൾ ഓഫായതിന് പിന്നാലെ സഹയാത്രികൻ തന്റെ സീറ്റിനടുത്ത് നടന്നു വരികയും പാന്റ് തുറന്ന ദേഹത്തേക്ക് മൂത്രം ഒഴിക്കുകയും ആയിരുന്നുവെന്നായിരുന്നു പരാതി. മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു ഇയാളെന്നും ഇവർ പരാതിയിൽ പറഞ്ഞിരുന്നു. മൂത്രമൊഴിച്ച ശേഷം സീറ്റിനടുത്ത് നിന്ന് മാറാതെ സ്വകാര്യ ഭാഗങ്ങൾ ഇയാൾ പ്രദർശിപ്പിക്കാൻ മടി കാണിച്ചില്ലെന്നും കത്തിൽ പരാതിക്കാരി വ്യക്തമാക്കി. പരാതിക്കാരിയുടെ വസ്ത്രത്തിലും ഷൂസിലും ബാഗിലും മൂത്രമായി. യാത്രക്കാരി ശബ്ദമുണ്ടാക്കിയതിന് പിന്നാലെയാണ് ഇയാൾ സീറ്റിനടുത്ത് നിന്ന് മാറാൻ പോലും തയ്യാറായത്. ക്യാബിൻ ക്രൂ യാത്രക്കാരിക്ക് വസ്ത്രം നൽകി. മൂത്രമായ സീറ്റിൽ വയ്ക്കാൻ ഒരു ഷീറ്റും നൽകിയെന്നും പരാതിക്കാരി പറയുന്നു. എന്നാൽ പോലീസിന് പരാതി കൈമാറിയെന്നും വൃദ്ധയ്ക്ക് വേണ്ട സഹായം നൽകിയിരുന്നുവെന്നുമാണ് എയർ ഇന്ത്യ മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണം. സംഭവത്തിൽ എയർ ഇന്ത്യ ആഭ്യന്തര അന്വേഷണം നടത്തിയെന്നും യാത്രക്കാരനെ നോ ഫ്ലൈ പട്ടികയിൽപ്പെടുത്താൻ സർക്കാരിന് ശുപാർശ നൽകിയെന്നും എയർ ഇന്ത്യ കൂട്ടിച്ചേർത്തിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.